പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് 18ാം പടി കയറുന്നത് ലക്ഷത്തിലധികം ഭക്തർ. ഇന്നലെ മാത്രം 75,000-ന് മുകളിലുള്ള ഭക്തരാണ് ദർശന സായുജ്യം നേടിയത്. മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച് ഇന്നലെ വരെ ദർശനം നേടിയത് 6 ലക്ഷത്തിലധികം ഭക്തരാണ്. ഇന്നലെ മാത്രം 99,000 ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. ജനുവരി 6-ന് 1,07,967 പേർ ദർശനത്തിനെത്തിയിരുന്നു. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതിന് ശേഷം 6 ലക്ഷത്തിലധികം ഭക്തർ ദർശനം നേടി. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. പ്രതിദിനം 1 ലക്ഷത്തിന് മുകളിൽ ഭക്തരാണ് മല ചവിട്ടുന്നത്. ഇന്നലെ തിരക്ക് അല്പം കുറഞ്ഞു. വരും ദിവസങ്ങളിൽ ലക്ഷത്തിന് മുകളിൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്ക് ദേവസ്വം ബോർഡ് എല്ലാവിധ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സുഗമമായി മകരവിളക്ക് മഹോത്സവം നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ്. സന്നിധാനത്ത് ഇന്നലെ നടന്ന ദീപാരാധന കണ്ടുവരാം. തിരക്ക് വർദ്ധിച്ചതിനാൽ കനത്ത നിയന്ത്രണമാണ് നിലയ്ക്കൽ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ സ്പോട്ട് ബുക്കിംഗ് മാത്രമാണ് ഉള്ളത്. കാനനപാത വഴിയും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര 12-ന് ആരംഭിക്കും. 14-നാണ് ഭഗവാന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.